കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. പോലീസുകാരൊക്കെ എത്തിയിട്ട് വെമ്പാലം മുക്കിലുള്ള ആ വീടിന്റെ അവിടെ നിന്ന് അങ്ങനെ ബോഡി അങ്ങോട്ട് എടുക്കാനായിട്ട് തുടങ്ങുവാണ്. അങ്ങനെ ആൾക്കാരെ കൊണ്ട് ഞങ്ങളുടെ ബോഡി അങ്ങ് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഗീതു ഭയങ്കരമായിട്ട് കിടന്ന് അലറിക്കറിയാണ്. ഗോവിന്ദ് പറഞ്ഞു, നീ ഇവിടെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയണ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗീതു പറഞ്ഞു, അല്ല ഞാനിവിടെ വരുമെന്ന് പറയാം, കാരണം സ്മെല്ല് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പൊങ്ങുവാണ്. ആൾക്കാർക്ക് ആർക്കും അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം രണ്ട് മൂന്ന് ദിവസം ആറായില്ലേ ബോഡി കുഴിച്ചിട്ടിട്ട്. ആ സ്മെല്ല് കാണാൻ ആർക്കും അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഗോവിന്ദൊക്കെ മൂക്ക് പൊത്തിക്കാണ് അങ്ങോട്ട് പോകുന്നത്. ഗീതു പറഞ്ഞില്ല ഞാനും വരുമെന്ന് പറഞ്ഞിട്ട് ഗീതുവും കൂടെ അങ്ങോട്ട് ഗോവിന്ദിന്റെ ഒപ്പം അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്താണ് രാധികാമ്മയും വരുണും അവരങ്ങോട്ട് വന്ന് ഇറങ്ങുന്നത്. അത്ര സമയമൊക്കെ അവർ പിടിച്ചു നിന്നു. ഇനിയിപ്പോൾ അവർക്ക് അങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ല, കാരണം സംശയിക്കും. കാരണം സ്വന്തം സ്ഥലത്തൊരു ബോഡി കിടക്കുന്നതായിട്ട് ഇതുവരെയായിട്ടും വരാതിരുന്നിട്ടുണ്ടെങ്കിൽ സംശയാസ്പദമായിട്ട് എല്ലാവരും അവരെ കാണുമല്ലേ. അതുകൊണ്ട് അവർക്ക് വരാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരും കൂടെ അങ്ങോട്ട് വരുവാണ്. ഈ സമയത്ത് പോലീസുകാരൻ പറഞ്ഞു, സൂക്ഷിച്ച് എടുക്കണം, ഒരു കാരണവശാലും ബോഡി ടച്ച് ചെയ്യാൻ പാടില്ലെന്ന് പറയണം. അങ്ങനെ ആ കുഴിമാന്തുന്ന ആളങ്ങനെ കുഴിമാന്തുവാണ്. അവസാനം ബോഡി മാത്രമായി ആയി. അങ്ങനെ ഗീതമൊക്കെ ഇങ്ങനെ ആകാംക്ഷപൂർവ്വം ഇങ്ങനെ വന്ന് നോക്കുകയാണ്. പിന്നീട് പോലീസുകാരൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, അതിന് മൂടി അങ്ങോട്ട് മാറ്റാൻ പറയാണ്. ആ മുഖത്തിട്ടിരിക്കുന്ന തുണി അങ്ങോട്ട് മാറ്റാൻ പറയാണ്. ആ തുണി അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഭദ്രന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഗോവിന്ദും ഗീതും എല്ലാവരും കൂടെ ഞെട്ടിപ്പോണേ. രാധികാമേ വരുണൊക്കെ പരസ്പരം നോക്കുവാണ്. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാരണം ഗോവിന്ദ് ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ സംഭവിക്കുന്നു. കാരണം ഇങ്ങനെ കണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ ഭദ്രനായിരിക്കുന്നു ചിന്തിച്ചിട്ടും കൂടെ ഉണ്ടായിരുന്നില്ല. ഗീതു ആണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ആയിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഗീതവും പോവാണ്. പിന്നീട് അലമുറയിട്ട് കരയാണ്. ഗോവിന്ദ് ഒരു വിധത്തിൽ ആശ്വസിപ്പിക്കുക. അതിനുശേഷം ബോഡി അങ്ങനെ അവിടുന്ന് പുറത്തെടുത്തു. പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുവാണ്. അപ്പൊ ഗോവിന്ദ് എല്ലാത്തിനും മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം തന്റെ അമ്മായിച്ചനല്ലേ, അപ്പം ഗോവിന്ദ് വേണേ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. ഈ സമയം രാധികാമ്മയ്ക്ക് വരുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയിൽ അവർ നിൽക്കുന്നത്. രാധികാമ്മയോട് വരും പറഞ്ഞു, അമ്മേ ഇനിയിപ്പോ വല്ല പ്രശ്നമാവോ, നമ്മൾ പിടിക്കപ്പെടുമോ എന്ന് ചോദിക്കുകയാണ്. അതെ, നീ ഇപ്പൊ ധൈര്യമായിട്ടിരിക്കുക, എന്തേലും പ്രശ്നം ഉണ്ടോ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളിങ്ങനെ ഇതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേർക്ക് സംശയം വരുമെന്ന് പറയണം. ആ ഗീതുവൻ അല്ലേ തന്നെ നമ്മളെ സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയാം. നീ ധൈര്യമായിട്ടിരിക്കെ വരണേ. എന്ത് വന്നാലും നമുക്കൊരു പതർച്ച ഉണ്ടാകാൻ പാടില്ല. അറിയാലോ, നമുക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് പറയണം. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ അനാർക്കലിയുടെ കൈ നല്ല ഒന്നാന്തരം തെളിവല്ലേ ഇരിക്കുന്നേ. അവൾ ഒരിക്കലും അത് പുറത്തു വിടില്ല. പുറത്തു വിടാതെ നമുക്ക് നോക്കണം, എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാന്നൊക്കെ പറയാണ്. പിന്നീട് അവരങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഈ സമയത്ത് പോലീസുകാർ ഗീതുവിന്റെ അടുത്തേക്ക് വരുവാണ്. ഗീതു ഇങ്ങനെ കരഞ്ഞൊരു പരിവായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗീതുവിന്റെ അടുത്തേക്ക് പോലീസുകാർ വരുന്നത്. എന്നിട്ട് പോലീസുകാർ വന്നിട്ട് ചോദിച്ചു, SI വന്നിട്ട് ചോദിച്ചു, അതെ ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്, കാരണം ആരെങ്കിലും നിനക്ക് സംശയം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും ഗീതു പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ലെന്ന് പറയണം. കാരണം അങ്ങനെ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റുമല്ലോ. അല്ല ഭദ്രന് ആരെങ്കിലും ഇനി ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോയെന്നറിയാം, അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാണ്. പിന്നീട് ഗീതയോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദ് അങ്ങോട്ട് വരുവാണ്. ഗോവിന്ദനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗീതുവിനെ എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് ഗോവിന്ദൻ ഉണ്ടായിരുന്നത്. പിന്നീട് ഗീത പറഞ്ഞു, നിങ്ങൾ എന്ത് വേണം ചോദിച്ചോ, അതിന് എന്ത് വേണം എങ്ങനെ വേണം ഞാൻ മറുപടി തന്നോളാം, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ ഗീത പറയുന്നുണ്ട്. കാരണം ഈ അന്വേഷണത്തിന് യാതൊരു തടസ്സങ്ങളും ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാ. ആരാ ഇതിന്റെ പിന്നിൽ നിന്ന് അറിയണം തന്നെ തീരുമാനിച്ചു. അത് മാത്രമല്ല എത്രയും പെട്ടെന്ന് തന്നെ തന്റെ അച്ഛനെ ആരാ ഇല്ലാതാക്കിയെന്ന്. പക്ഷെ ഈ സമയം ഇതൊന്നും വിനോദ വിലാസിനെ ആരും അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ന്യൂസിനകത്ത് ഹെഡിങ് ആയിട്ട് അത് എഴുതി കാണിക്കുന്നതാട്ടെ, വെമ്പാലം ബുക്കിലുള്ള വീട്ടിൽ നിന്ന് ഒരു മൃതദേഹം കിട്ടിയെന്നൊക്കെ. ഇത് കേട്ടോണ്ടിരുന്ന വിനോദ് പെട്ടെന്ന് തന്നെ ഗീതുവിന്റെ ഫോണിലേക്ക് വിളിക്കുവാണ്. ഗീതുവിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഗീതു കോൾ എടുത്തില്ല. ഇവിടെ നിന്ന് ഗോവിന്ദന്റെ ഫോണിലേക്ക് വിളിക്കുക. അപ്പൊ ഗോവിന്ദാണ് കോൾ എടുക്കുന്നത്. കോൾ എടുത്തു കഴിഞ്ഞിട്ട് വിനോദ് ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും ഗോവിന്ദ സത്യങ്ങളൊക്കെ പറയാണ്. വിനോദിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയായി പോയി. കാരണം വിലാസിനോട് ഇതൊന്നും പറയാനും പോലും പറ്റാത്തൊരവസ്ഥയായി പോയത്. കാരണം ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു അവസ്ഥ അച്ഛൻ ഇങ്ങനെ വരുത്തിയത് ആരാ എന്താ ഏതാന്ന് പോലും അറിയത്തില്ല. രാധികാമ്മ ആവാനാണ് ചാൻസ്. പക്ഷേങ്കിൽ അതിന് യാതൊരു തെളിവില്ല. പെട്ടെന്ന് തന്നെ വിനോദ് അവിടുന്ന് പുറപ്പെടുക. വിലാസിനോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. കാരണം വിലാസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ആകപ്പാടെ പ്രശ്നമാണെന്നറിയാം. ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഇതോടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പ്രശ്നമാണെന്നറിയാം. ഈ സമയം ന്യൂസിനകത്ത് ഈ വാർത്തയൊക്കെ രേഖ കാണുന്നുണ്ടായിരുന്നു. രേഖയിൽ ഒരു ഇടുത്തിയാണ് വീഴുന്നത്. കാരണം വെമ്പാലം മുക്കിലുള്ള ആ വീട്ടിലേക്ക് രാധികാമ്മയും
വരുണേട്ടനൊക്കെ പോയിട്ടുണ്ട്. അവർക്ക് അവിടെ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് അറിയായിരുന്നു. പക്ഷേ എങ്കിൽ ബാന ഗീതുവിന്റെ അച്ഛന്റെ ബോഡി അവിടുന്ന് കിട്ടുമെന്ന് ഒരിക്കലും പോലും രേഖ വിചാരിച്ചിരുന്നില്ല. രേഖയ്ക്ക് മനസ്സിലായി അതാരാ കൃത്യം നിർവഹിച്ചെന്നുള്ളത്. വരുണേട്ടൻ രാധികാമ്മ അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് നന്നായിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു. ഈ സമയത്ത് രാധികയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. രാധിക നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ അനാർക്കലിയ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് വരുണിനോട് പറഞ്ഞു, അനാർക്കലി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രാധികാമ്മ അങ്ങോട്ട് മാറിപ്പോവാണ്. ആരും കേൾക്കാതെ വേണം സംസാരിക്കാനായിട്ട്. അനാർക്കലി വിളിച്ചിട്ട് പറഞ്ഞു, ആ രാധികെ, ഞാൻ കണ്ടായിരുന്നു, ന്യൂസിനകത്തൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധിക പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെ പാടെ ഞാൻ സമനില ഏറ്റവും വലിയ ഇരിക്കുകയെന്ന് പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് തരാനുള്ള പണം ഇന്ന് തന്നെ എനിക്ക് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. ഈ തെളിവ് ഞാൻ അങ്ങോട്ട് കൊടുക്കൂന്ന് പറയണം. ധ്യാനാർക്കില്, ദൈവത്തെ ഓർത്ത് നീ ചതിക്കരുത്. എന്ത് വെള്ളം നിനക്ക് ഞാൻ തരാം, പറഞ്ഞല്ലോ. എനിക്ക് പണം ഉണ്ടാക്കേണ്ട ഒരു ഇച്ചിരി സമയം കൂടെ തന്നെന്ന് പറയാം. ഒരു ഇത്തിരി സമയം പോലും ഇല്ല. ദേ, ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് എനിക്ക് പണം കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ സത്യങ്ങളെല്ലാം തുറന്നു പറയും. പിന്നെ നിങ്ങൾ രണ്ടുപേരും ജയിലേക്കുള്ളിലേക്കായിരിക്കും. ഇത്രയും കാലം ഞാൻ കിടന്നു, ഇനിയിപ്പൊ കിടക്കാൻ പോന്നേ നീ ആയിരിക്കും എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാധയ്ക്ക് വല്ലാത്തൊരു ഞെട്ടല്. രാധിക പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ഞാൻ എങ്ങനെയായാലും സംഘടിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് വരുണോട് എന്നിട്ട് പറഞ്ഞു, അതെ, ആകെപ്പാടെ പ്രശ്നമായിടാന്ന് പറയണം. എന്താ അമ്മേ, അവൾക്ക് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് 1 കോടി രൂപ കൊടുക്കണമെന്ന്. 10 കോടി രൂപയല്ലേ ചോദിച്ചേക്കുന്നത്, 1 കോടി രൂപ ഇന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ്. ഈ 1 കോടി രൂപ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കും എനിക്കറിയില്ല. അത് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൾ ആകെപ്പാടെ പ്രശ്നമാക്കുമെന്ന് പറയണം. അമ്മ, ഇപ്പൊ ഈ 1 കോടി രൂപ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് ആകെപ്പാടെ പ്രശ്നമാകത്തില്ലെന്ന് നിൽക്കും. അതൊക്കെ എനിക്കറിയാം. ആരോട് ചോദിക്കണമെന്നും അറിയത്തില്ല. കൊടുത്തില്ലെങ്കിൽ അവൾ ആ വീഡിയോസൊക്കെ ഗോവിന്ദനെ കാണിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതോട് കൂടിയിട്ട് നമ്മുടെ കാര്യത്തിന്റെ ഒരു തീരുമാനമാവുമെന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അവര് തല പോഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുക. ഈ സമയം വിനോദ് അങ്ങോട്ട് ഗീതുവിന്റെ അടുത്തേക്ക് ഓടി വരുവാണ്. വിനോദിനെ കണ്ടു ഗീതു ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. നമ്മുടെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് ഗോവിന്ദൻ നിൽക്കുന്നത്. കാരണം സ്വന്തം അച്ഛനാ മരിച്ചിരിക്കുന്നത്. തനിക്കൊരു പക്ഷേ ഭദ്രൻ ശത്രുവായിരിക്കാം. പക്ഷെ ഗീതുവിനും വിനോദിനും അങ്ങനെയല്ല. എത്രയൊക്കെ കുറ്റങ്ങൾ കാണിച്ചെന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ മക്കൾക്ക് അത്രമാത്രം വിഷമം ഉണ്ടാവുമല്ലോ. ആ ഒരു സങ്കടമായിരുന്നു ഗീതുവിന്റെ ഉള്ളിലും ഉണ്ടായിരുന്നേ. കാരണം ഇതിന്റെ പിന്നില് ശക്തമായിട്ട് ആരോ ഉണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. വിനോദ് പറഞ്ഞ പോലെ ഇനിയിപ്പോ രാധികാമ്മയാണോ, അവരായിരിക്കും ഈ ക്രൂരകൃത്യം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇല്ലാതാക്കണമെങ്കിൽ ഇതിന്റെ പിന്നില് അവരാവാനുള്ള സർവ്വ ചാൻസും ഉണ്ട്. പക്ഷെ പറയാൻ പറ്റില്ല, ആരെ എന്താന്നും പറയാൻ പറ്റില്ല. പോലീസിനോട് ഇതിനെക്കുറിച്ചൊന്നും പറയാനും പറ്റത്തില്ല. ഒരുപക്ഷെ അജ്ഞാത ആ കോള് വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ രഹസ്യങ്ങളൊന്നും അറിയാനും പോകുന്നില്ലായിരുന്നു. എന്നാലും ആരായിരിക്കും ഈ വിവരങ്ങൾ തരുന്നേ എന്നൊരു ചിന്ത ഗീതുവിന്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് രേഖയാന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. ഇത്രയും കാലം ഈ വിവരങ്ങളൊക്കെ തന്നിരുന്ന രേഖയാന്നുള്ള സത്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഓരോ അപകടങ്ങൾ വരുമ്പോഴും അതിനകത്ത് നല്ല ഗീതുവിനെയും ഗോവിന്ദനെയും രക്ഷിച്ചുകൊണ്ടിരുന്ന ആ അജ്ഞാത ഫോൺ സന്ദേശം രേഖയുടേതായിരുന്നു. അപ്പൊ രാവിലത്തെ വിശേഷം നമ്മളത് കാണുകയും ചെയ്താണ്. രേഖ ശബ്ദം മാറ്റിയിട്ടാണ് ആ സന്ദേശങ്ങളൊക്കെ അവർക്ക് അറിയിച്ചുകൊണ്ടിരുന്നത്. എന്നാലും രേഖയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ഒരു ബോഡി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിന്റെ പിന്നില് വരുൺ രാധികാമ്മ എന്നുള്ള കാര്യം. അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഗീതുവിനും ഗോവിന്ദനെ അറിയിച്ചാൽ മതിയാവുള്ളൂ തന്നെ രേഖ തീരുമാനിക്കുകയാണ്. കാരണം ഇവരെന്താളും അകത്താവണം. വരുണിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പണിയാണിത്. കാരണം ഒരു മൃഗത്തിനോട് പോലും കാണിക്കാത്ത ക്രൂരതയാണ് തന്നോട് ഇന്നലെ ഒറ്റ രാത്രിയും കൊണ്ട് അവൻ കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ അവനിട്ടൊരു പണി കൊടുക്കാൻ തന്നെ രേഖ തീരുമാനിക്കുകയാണ്. അവൻ പോലീസ് പിടിയിലാണ്, അവൻ ജയിലിൽ കിടക്കേണ്ടതിനാ. അവനെപ്പോലെ ഒരു വൃത്തികെട്ട ജന്മത്തിനെ തന്റെ ജീവിതത്തിൽ താൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് വരെ രേഖയ്ക്ക് തോന്നിപ്പോവാണ്. അങ്ങനെ രേഖ രണ്ടും കൽപ്പിച്ച് നേരെ ഫോണെടുത്ത് വിളിക്കാണ്ട് തുടങ്ങുവാണ്. അജ്ഞാത സന്ദേശം അയക്കാണ്ട് തുടങ്ങുവാണ് ഗോവിന്ദനും ഗീതുവിനൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പൊ എന്തായി തീരും എങ്ങനെയായി തീരും എന്ന് അറിയത്തില്ല. ബോഡി കിട്ടിക്കഴിയുമ്പോഴത്തേനും രാധികാമ്മ വരണമൊക്കെ ഞെട്ടുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല. ഇനിയിപ്പോ ഇതിന്റെ ഇടയ്ക്ക് വല്ല ട്വിസ്റ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.